അപ്പൊ കാരവൺ എന്ന് പറഞ്ഞാൽ നേരത്തെ അതൊരു ആഡംബര വാഹനമാണ്, അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണെന്ന് നമ്മൾ ചിന്തിച്ചുവെങ്കിൽ ഇന്ന് കാരവൺ കുറെ പേർക്ക് തൊഴിൽ നൽകാനും കേരള ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനുകളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അക്കോമഡേഷൻ സൗകര്യവുമായി മാറുന്നു. ടൂറിസത്തെ എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു മന്ത്രിക്കും. കുറച്ച് സംരംഭകരുടെ കയ്യിലുണ്ടായിരുന്ന കാശ് പോയതൊഴിച്ചാൽ കാര്യമായി ഒന്നും നടന്നില്ല. 6 പേർക്ക് സുഖകരമായ യാത്രയാണ് കാരവൻ ടൂറിസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 4 സീറ്റ്, 2 കിടക്ക, ശൗചാലയം, വൈഫൈ, ഇൻഡക്ഷൻ കുക്കർ, ഹോം തിയേറ്റർ എന്നീ സൗകര്യങ്ങൾ. 80 കിലോമീറ്ററിന് 20,000 മുതൽ 25,000 രൂപ വരെയാണ് ദിവസവാടക. ഒരു കാരവൻ നിരത്തിലിറക്കാൻ 1 കോടി രൂപയ്ക്ക് മേൽ മുടക്കണം. 20 ദിവസമെങ്കിലും ഓട്ടം കിട്ടിയാലേ ലാഭകരമാകൂ. പല സംരംഭകരും കോടികൾ ചെലവഴിച്ച് കാരവൻ വാങ്ങിയെങ്കിലും കടക്കണിയിലാണിപ്പോൾ. നമ്മുടെ നാടിന് ചേരാത്ത ഒരു പദ്ധതിയാണ് ഈ കാരവൻ ടൂറിസം പദ്ധതി. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയ വലിയ കമ്പനിക്കാരെല്ലാം നഷ്ടത്തിലോടിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും പുറത്ത് പറയുന്നില്ല. സർക്കാർ ദീർഘവീക്ഷണമില്ലാതെ നടപ്പിലാക്കിയതിൻ്റെ ഒരു വീഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ കാരവൻ പാർക്കിന് വേണ്ടി സർക്കാർ ഗ്രാൻഡ് നൽകുമെന്ന് പറഞ്ഞു. അതും ഇപ്പോൾ പിൻവലിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പദ്ധതി കൊണ്ട് ഒരു ഗുണവുമില്ല. കാരവൻ ടൂറിസത്തിലേക്ക് KTDC മുഖേന സഞ്ചാരികൾ എത്തുന്നില്ല. പല സംരംഭകരും സ്വന്തം വെബ്സൈറ്റിൽ പരസ്യം ചെയ്താണ് പ്രവർത്തനം, അതും നഷ്ടത്തിൽ. ഒരു ഗ്രാമത്തിൽ ഒരു കാരവൻ പാർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഗ്രാമങ്ങളിലുള്ളവർക്കെല്ലാം ആ പാർക്കിൽ വരാവുന്ന രീതിയിലേക്കുള്ള ഒരു കൾച്ചറൽ ഹബ്ബായി ആ കാരവൻ പാർക്കുകളെ മാറ്റാം. ഒരു കാരവൻ വാഹനം വന്നാൽ ആ കാരവൻ വാഹനത്തിലേക്ക് വേണ്ട ഭക്ഷണം, വെള്ളം, മറ്റാവശ്യങ്ങൾ, ആ കാരവൻ പാർക്കിന്റെ ശുചിത്വം, ഇതൊക്കെ ഉറപ്പുവരുത്താൻ കുറെ പേർക്ക് തൊഴിൽ നൽകാനാകും. ഭീമമായ പണം നൽകി കാരവനിൽ കയറി കറങ്ങാമെന്ന് വിചാരിച്ചാൽ രാത്രിയിൽ വഴിയിൽ ഒതുക്കിയിടേണ്ടി വരും. സർക്കാർ പറഞ്ഞ കാരവൻ പാർക്ക് കേരളത്തിലാകെയുള്ളത് വാഗമണിലാണ്, അതും കാടുമൂടിയ നിലയിൽ. തിരുവനന്തപുരം പൊന്മുടിയിൽ പാർക്ക് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും നടപ്പായില്ല. പിന്നെ എന്തുകൊണ്ട് പദ്ധതി പാളി? അതിന്റെ ഉത്തരവും മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. വിജയിച്ച രാജ്യങ്ങളിലായാലും വിജയിക്കാതെ പോയിടങ്ങളിലായാലും ഇതിന്റെ പ്രായോഗികവൽക്കരണത്തിൽ സർക്കാർ തലത്തിലുണ്ടായിട്ടുള്ള ചില പോരായ്മകൾ മാത്രമാണ് സമ്പൂർണ്ണ വിജയമായി മാറാതിരിക്കാൻ പലയിടങ്ങളിലും കാരണമായിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടു. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.